ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി എഴുതുന്നു, റസൂലുള്ളാഹി വരുമ്പോൾ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലുന്നു, സഹാബത്ത് അതാ ബൈത്ത് ചൊല്ലി സ്വീകരിക്കുന്നു, മൗലിദ് ഓതി സ്വീകരിക്കുന്നു. ഓ മൗലവി, കാളനെ കാണുമ്പോഴാ തക്ബീർ എന്ന് ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? റസൂലുള്ള കാളയാണോ? നിങ്ങൾ മുസ്ലിമാണോ? ഇനി ഞങ്ങളെ കിതാബാണല്ലോ വായിച്ചതൊക്കെ. നിങ്ങൾക്ക് കിതാബ് പറ്റൂലല്ലോ, പുസ്തകല്ലേ പറ്റുള്ളൂ. ഞാനിനി നിങ്ങളെ വാരിക വായിക്കട്ടെ, നിങ്ങളെ വാരിക വായിക്കട്ടെ. നിങ്ങൾക്ക് അറബി മനസ്സിലാവൂലല്ലോ, എന്നാൽ മലയാളം മനസ്സിലാവണ്ടേ? ഞാൻ വായിക്കാം. ഇതെന്താ സാധനം? നിങ്ങൾ ഒന്നായി കൂടിയ കാലത്ത് ഇറക്കിയ ശബാബ് ഇപ്പറിഞ്ഞതല്ല. അക്കാലത്ത് നിങ്ങളുടെ ശബാബിൽ എഴുതിയതെന്താ? നിങ്ങൾക്ക് അറിവ് വായിക്കാനൊരു മൂപ്പർക്ക് ബാധ്യത ഉള്ളത് കൊണ്ട് പ്രസംഗിക്കാണ് പോലും. ആരോടാ ആചാരം വാങ്ങിയത്? റസൂലുള്ളാഹിനെ കാളയാക്കാൻ ഏത് നിരീശ്വരവാദിയോടാണ് ആചാരം വാങ്ങിയത്? അല്ലാഹുവിന്റെ റസൂലിനെ കാളയാണെന്ന് പറയാ. എന്നിട്ട് ഇയാള് നിങ്ങൾക്ക് മലയാളം അറിയില്ലേ? അറബിയിൽ അറിയാവുള്ളൂ. ഞാൻ വായിക്കാം, കേട്ടോളൂ. അറബ് സമൂഹമേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നേതാവിതാ വരുന്നു. ഇത് കേട്ട മാത്രയിൽ ദിനങ്ങളായി കാത്തിരിക്കുന്ന അൻസാറുകൾ തങ്ങളുടെ പ്രവാചകനെ സ്വീകരിക്കാൻ ആഹ്ലാദപൂർവ്വം ആയുധങ്ങളുമായി പുറപ്പെട്ടു. പട്ടാളത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി ആയുധങ്ങളുമായി അവർ 500-ലധികം പേരുണ്ടായിരുന്നു. ആഗതരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ നിർഭയരായും അനുസരിക്കപ്പെടുന്നവരായും വരുവിൻ. അഹ്മദ് ആയുധ പ്രകടനങ്ങൾ നടത്തിയും ഗാനങ്ങൾ ആലപിച്ചും കൊണ്ട് സസന്തോഷം അവർ നൽകിയ ഈ സ്വീകരണത്തെ കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും മദീനയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. തിരുദൂതരെ സ്വീകരിക്കാൻ വഴിയിലും വീടിന്റെ മുകളിലുമൊക്കെ കുട്ടികളും വൃത്യന്മാരും അടക്കം ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. അല്ലാഹു അക്ബർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി എന്നിങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസിലുണ്ട്. ആ സുദിനത്തെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനയിൽ പ്രവേശിച്ച ദിനം പോലെ സുന്ദരവും തിളക്കമേറിയതുമായി മറ്റൊരു ദിനവും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അല്ലാഹു അക്ബർ ചൊല്ലി നബിയെ സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളിൽപ്പെട്ട സയ്യിദന്മാർ, പാണക്കാട് തങ്ങൾ വരുമ്പോ, ഉള്ളാളം തങ്ങൾ വരുമ്പോ, ബാഫക്കി തങ്ങൾ വരുമ്പോ, ഇബ്രാഹിം ഖലീൽ തങ്ങൾ വരുമ്പോ, അങ്ങനെ തങ്ങന്മാര് വരുമ്പോ, ബാഫക്കി തങ്ങൾ വരുമ്പോ, അങ്ങനെ തങ്ങന്മാര് വരുമ്പോ റസൂലുള്ളാഹിന്റെ പിഞ്ചോമന മക്കൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്താന പരമ്പരയിലുള്ള മക്കൾ വരുമ്പോ, ആ റസൂലുള്ളാഹിന്റെ അനന്തരക്കാരായ ആലിമീങ്ങൾ വരുമ്പോ, കാന്തപുരം ഉസ്താദ് വരുമ്പോ, കീഴ ഉസ്താദ് വരുമ്പോ, ഈക്ക ഉസ്താദ് വരുമ്പോ മുസ്ലിമീങ്ങൾ തക്ബീർ ചൊല്ലും. കാരണം അവർ അമ്പിയാക്കൾ അനന്തരക്കാരാണ്. അപ്പൊ അവരൊരു കാളനെ കാണുമ്പോൾ ചൊല്ലുന്ന തക്ബീർ. ഇയാൾ എന്റെ മുസ്ലിം, എന്റെ മാന്യ മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. ഇനി സന്തോഷത്തിന്റെ സമയത്ത് തക്ബീർ. നിങ്ങൾ പ്രസംഗിക്കുമ്പോ കുഞ്ഞാടുകൾ തക്ബീർ ചൊല്ലുമെന്ന് പറഞ്ഞില്ലേ? കുഞ്ഞാടുകൾ തക്ബീർ ചൊല്ലുന്നതിന് കാരണം അറിയോ? സന്തോഷത്തിന്റെ രംഗത്ത് ഒരു ദീനിന്റെ വിരുദ്ധമായ ആശയക്കാരുടെ ആശയങ്ങൾ തകർന്നു വീഴുമ്പോ തക്ബീർ ചൊല്ലിയാൽ റസൂലുള്ളാഹിന്റെ സുന്നത്താ. ബുഖാരി ഓതണം, പഠിക്കണം. ബുഖാരിയിലെ ഹദീസ് കാണാം. ഖൈബറിലേക്ക് ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് കണ്ടപ്പോ തന്നെ ഖാലു മുഹമ്മദുൻ വൽ ഖമീസ്. ഖൈബറിലുള്ള ദീനിന്റെ വിരോധികൾ മുഹമ്മദ് വന്നു എന്ന് ബേജാറായി. ആ സമയത്ത് ദീനിന്റെ എതിരാളികളുടെ മുഴുവൻ കോട്ടകളും തകരുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറയാണ്, അല്ലാഹു അക്ബർ ഖൈബത്തുൽ ഖൈബർ, അല്ലാഹു അക്ബർ ഖൈബത്തുൽ ഖൈബർ. ഇസ്ലാമിന്റെ വിരോധികളുടെ കോട്ടകൾ പൊളിയുമ്പോ, തകരുമ്പോ അല്ലാഹു അക്ബർ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ആ ശത്രുക്കളായ നിങ്ങളുടെ ഓരോ കോട്ടകളും മുസ്ലിം പണ്ഡിതന്മാര് തകർത്തെറിയുമ്പോ മുസ്ലിമീങ്ങൾ തക്ബീർ ചൊല്ലും. ഇനി ഞങ്ങളെ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി പ്രസംഗം കേൾക്കണോ? അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുന്നു. പ്രസംഗത്തിൽ പറയുന്നു, സ്വർഗത്തിൽ കടക്കുന്നതിന്റെ 1/3 എന്റെ സമുദായമാകും. സ്വഹാബത്ത് ഒന്നടങ്കം അല്ലാഹു അക്ബർ. പിന്നെയും
റസൂലുള്ള പറയുന്നു പകുതിയോളം എന്റെ ഉമ്മത്താകും. ഉടനെ സഹാബത്ത് അല്ലാഹു അക്ബർ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ സന്തോഷത്തിന്റെ വാക്ക് കേൾക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് സഹാബത്ത് ചൊല്ലിയത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. മൗലവിമാരെ, സലഫിമാരെ, മുജാഹിദുകളെ, അതേ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മൗലവി പ്രസംഗിക്കുമ്പോ നിങ്ങൾ കൈമുട്ടിയില്ലേ? അതേത് ബുഖാരിയിലാ ഉള്ളത്? ഏത് മുസ്ലിമിലാ ഉള്ളത്? ഏത് ഖുർആനിലാ ഉള്ളത്?